പേരാമ്പ്രയിൽ വീണ്ടും വിവാദ അനൗൺസ്മെന്റ്. നൊച്ചാട് പഞ്ചായത്തിലെ ചാലിക്കരയിലാണ് വീണ്ടും വിവാദ അനൗൺസ്മെന്റ് കേട്ടത്. നമ്മുടെ വോട്ട് നമ്മുടെ കൗമിലെ കുട്ടിക്ക് എന്ന് പറഞ്ഞ് ലീഗ് വോട്ട് പിടിക്കുന്നു എന്നാണ് LDFിലെ അനൗൺസ്മെന്റ്. ആവളയിലെ പരാതിയിൽ കേസെടുക്കാൻ വൈകുന്നതിന് പിന്നാലെയാണ് വീണ്ടും പുതിയ വിവാദം. FIR ഇടാതെ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന് UDF ആരോപിച്ചു. മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ കുട്ടിക്ക് എന്നാണ്. അത് മത ഏകീകരണത്തിന്റെ ചിഹ്നം കൂടിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. മതവർഗീയതയുടെ തന്ത്രമാണ് നേതൃത്വത്തെ ഭരണാധികാരിക്കും മേപ്പേർ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിരുന്നു. മൊഴിയെടുത്ത് ഉടൻ തന്നെ FIR ഇടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ FIR ഇടുകയോ പോലീസ് ഇതിൽ അലംഭാവം കാണിക്കുകയാണ്. ഇത് വ്യക്തമായ തെളിവോടുകൂടി ഹാജരാക്കി മൊഴി കൊടുത്ത് FIR ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ പോലീസ് അലംഭാവം കാട്ടുന്നു, പോലീസ് പക്ഷപാതം പിടിക്കുന്നു, പോലീസ് നടപടിക്ക് മുതിരുന്നില്ല എന്നുള്ള രീതിയാണ് കാണാൻ സാധിക്കുന്നത്. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, ഇത് ആരാണ് ഈ സംസാരിക്കുന്നത്? നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ LDFിനും UDFിനും നോട്ടീസ് അയച്ചിരുന്നു. അതിലെന്ത് നടപടി ഉണ്ടായി? പോലീസ് എന്താണ് പറയുന്നത്? അജിംസ്, ആവളയിൽ നിന്ന് വന്ന ദൃശ്യങ്ങൾക്ക് സമാനമായ അതേ അനൗൺസ്മെന്റ് തന്നെയാണ് മറ്റ് ചില ഇടങ്ങളിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ചാലിക്കരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിനകത്തും പറയുന്നത് നമ്മുടെ വോട്ട് നമ്മുടെ കൗമിലെ കുട്ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് വോട്ട് പിടിക്കുന്നു എന്നാണ് LDFിന്റെ അനൗൺസ്മെന്റിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ ഒരു ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ നൽകിയ പരാതിയിൽ ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പരാതിക്കാരനായിട്ടുള്ള പേരാമ്പ്ര മണ്ഡലത്തിന്റെ UDFിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള K. ബാലനാരായണനാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം ഒരു മൊഴി നൽകിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള സലീൽ എന്ന വ്യക്തി കൂടിയുണ്ട്. ഈ രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതുവരെ മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബാലനാരായണൻ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് പോലീസ് ഒത്തുകളിക്കുകയാണ്. ഈ കേസിൽ ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഒരു FIR ഇടാൻ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അലംഭാവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDF പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള TP രാമകൃഷ്ണനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ആ കമ്മീഷൻ അയച്ചിട്ടുള്ള ആ നോട്ടീസ് തനിക്ക് കൈപ്പറ്റാൻ കഴിഞ്ഞിട്ടില്ല. തന്റെ കൈവശം അത് വന്നിട്ടില്ല. വന്ന ശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാം എന്ന കാര്യമാണ് TP രാമകൃഷ്ണൻ പ്രതികരിച്ചത്. ഇതോടൊപ്പം തന്നെയാണ് പിന്നീട് ഒരു കൗണ്ടർ പെറ്റീഷൻ ആയിക്കൊണ്ട് ഈ TP രാമകൃഷ്ണൻ LDF നൽകിയിട്ടുള്ള ആ പരാതിയുടെ പിറകെ തന്നെ മറ്റു പരാതി LDFിന്റെ ഭാഗത്തുനിന്ന് കൂടി വന്നിരുന്നു. അതായത് UDF നൽകിയ പരാതിയിൽ ഈ നോട്ടീസ് നൽകിയതിന് തൊട്ടു പിറകെയാണ് LDF ഒരു പരാതി നൽകിയിരുന്നത്. ആ പരാതിയിൽ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ തെഹ്ലിയക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ആ നോട്ടീസും തെഹ്ലിയ കൈപ്പറ്റിയിട്ടില്ല, അവർക്ക് ലഭ്യമായിട്ടില്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിട്ടുണ്ട്, പക്ഷേ അത് തനിക്ക് കൈപ്പറ്റാൻ കഴിഞ്ഞിട്ടില്ല. അത് കൈപ്പറ്റിയ ശേഷം താനും മറുപടി നൽകും എന്ന കാര്യം കൂടി അവരും വ്യക്തമാക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടു കൂട്ടർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. രണ്ടു കൂട്ടർക്കും ഇതുവരെ അത് കൈപ്പറ്റാൻ പറ്റിയിട്ടില്ല. അത് കൈപ്പറ്റിയ ശേഷം രണ്ടു കൂട്ടരും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി, അതായത് ഇതിന്റെ മറുപടി നൽകും, തുടർ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇന്ന് ഫാത്തിമ തെഹ്ലിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പ്രതികരിക്കുന്നത് ഇത് ബോധപൂർവം LDF ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വളരെ ബോധപൂർവം ഇത്തരത്തിലുള്ള ഈ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന നടപടി LDFിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള നിയമ നടപടിയുമായിട്ട് തന്നെയായിരിക്കും UDF മുന്നോട്ട് പോവുക. വലിയ ഒരു ആശങ്കപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും ഈ സമുദായത്തെ അല്ലെങ്കിൽ സമൂഹത്തെ രണ്ടാക്കി മാറ്റുന്ന, ഭിന്നിപ്പിക്കുന്ന നടപടിയാണ് LDF സ്വീകരിക്കുന്നത്. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഫാത്തിമ തെഹ്ലിയയും വ്യക്തമാക്കുന്നുണ്ട്. അജിംസ്.